ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം ജീവിതത്തിൻ്റെ അവസാനം വരെ കാത്തു പരിപാലിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നു ചേർന്ന് ജിത്തിനെയും അഷ്മിയെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവർ ഏറ്റെടുക്കുവാൻ പോകുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മനോഹരമായി നടത്തുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങുകളിൽ നമുക്ക് പങ്കുചേരാം. ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങ് പരിശുദ്ധനും 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധത്തിനായ ഐക്യത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ തങ്ങളുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആസ്വദിക്കണമേ. മാതൃകാപരമായ കുടുംബ ജീവിതത്തിന് തങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും മംഗലമായ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസ്ത്രങ്ങളെ എന്റെ അഗ്നിയിൽ പ്രഘോഷിക്കും. സമൃദ്ധി എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്തിൽ പരിപാലിക്കുന്നവരുമാകുന്നു. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായവും ദൈവികവുമായ വചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കേണ്ടവേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കേണ്ടവേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുവൻ ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമാണ്. എനിക്ക്
പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. കൈകൂപ്പി വണങ്ങിടുവിൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 9 മുതൽ 12 വരെ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവന് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടുത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗദാസിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്ത ബോധത്തോട് പൂർണ്ണ മനസ്സോടും കൂടിയാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. ജിതിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അശ്വിനിയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുക. അശ്വിനി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജിതിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുക. നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയും കൂടെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ വരുന്ന ഇവർക്ക് വേണ്ടി കർത്താവെ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുന്നതാണെന്നുമുള്ള ബോധ്യത്തോടെ ഇവർ ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ വിവാഹത്തിനൊരുങ്ങുവാനും വിവാഹബന്ധത്തിന്റെ അസ്ഥിതിയിൽ കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും സ്നേഹത്തെ പ്രതി കുരിശുമരണം വരിച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധതയുള്ളവരെ തീരുവാൻ
വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശാനിരസമായ പ്രാർത്ഥനയുടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ ചിത്തിനെയും അഷ്ടമിയെയും താഴ്ന്നു സമർപ്പിച്ച് അവരുടെ വിവാഹ ജീവിതം ഏറ്റവും സന്തോഷകരമായി മുൻപോട്ട് പോകാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ആദിയിൽ ദൈവം മനുഷ്യനെ പുരുഷന സ്ത്രീയുമായി സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിൽ ചിത്തിൻ്റെ വേണ്ടി അഷ്മയെ അവിടുന്ന് തിരഞ്ഞെടുത്തു. അവരൊന്നാകുമ്പോൾ കർത്താവേ, നീ അവരുടെ ബന്ധത്തിലേക്ക് കടന്നു വന്ന് അവരെ അനുഗ്രഹിക്കണമേ. പരസ്പരം അറിയുവാനും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും മനസ്സിലാക്കുവാനുള്ള കൃപ ഈ രണ്ടുപേർക്കും അവിടുന്ന് കൃപ നൽകണമേ. അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ അവരുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ ഒന്നാമതാണല്ലോ കുടുംബജീവിതം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ വാഗ്ദാനവും ഈ വിശ്വസ്തതയും കാത്തുപരിപാലിക്കുവാൻ കർത്താവെ ഇവർക്ക് കൃപ നൽകണമേ. അവരുടെ മുമ്പോട്ടുള്ള ജീവിതം അങ്ങയുടെ പരിപാലനയിൽ ഏറ്റവും മനോഹരമായി സൗഖ്യപ്രദമായി അനുഭവവേദ്യമാക്കുവാൻ ഇവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാറേശ്വര പിതാവേ, കുടുംബജീവിതക്കാരുടെ കാവൽക്കാരാണ് ഇവരുടെ കുടുംബജീവിതത്തെ പരിശുദ്ധമാക്കണമേ, ധന്യമാക്കണമേ. ആമീൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥനാനിരതരായ വിവാഹത്തിൽ ഒരുങ്ങുവാൻ കാരണവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാനും അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവൾ നിങ്ങളെ സമൃദ്ധരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടെ പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങൾ കൊണ്ടെടുത്ത് എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് മാതാവിന്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലാം. തന്നെ നിറഞ്ഞവരുടെ സ്വസ്തി, കർത്താവിനോടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങനെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി.
റെഡിയല്ലേ? ഓക്കെ, ഇട്ടോളൂ. ഓക്കെ ഓക്കെ ഇട്ടോളൂ. ഇന്നത്തെ ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വെൽക്കം. ആസ് വി ഓൾ നോ, നമ്മുടെ ഇവിടെ എൻ്റെ ചേച്ചി ആഷ്മി ചേച്ചി, ഓക്കെ. സോ ആസ് വി ഓൾ നോ, നമ്മളിവിടെ എൻ്റെ ചേച്ചി ആഷ്മി ചേച്ചി ജിതിൻ ചേട്ടായി മനസ്സമ്മതത്തിന് വന്നിരിക്കുന്ന ആളും തന്നെ അതിൻ്റെ ചടങ്ങുകൾ ഉണ്ട്. ഓക്കെ. So first of all, I would like to introduce all of you to the family of the bride and groom. The mother of the groom, Mrs. Lisima Jose, and ഇതാണ് ജിതിൻ ചേട്ടയുടെ അമ്മ മിസ് ആൻഡി. Now ജിതിൻ ചേട്ടയുടെ ചേട്ടൻ ജോബിൻ ചേട്ടനും ഗ്ലോറി ചേച്ചി കുഞ്ഞാവേ. Okay, now comes the bride's family. Father of the bride, Mr. Matthew Thomas, and their papa. And then mother of the bride, Mrs. Stacy Thomas, and their mama. പിന്നെ അനിയത്തി, ബ്രൈഡിൻ്റെ അനിയത്തി ഞാൻ, ആഷിക മരിയ തോമസ്. Okay, so now let's proceed to the first ceremony of the day, lamp lighting. For that, I will call Father, my Reverend Father George C.M., Vicar General of the Welfare Access, to the stage to light the lamp and a small prayer. വളരാനും ദൈവം അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാം. അവരാരംഭിക്കുന്ന കുടുംബജീവിതം അവരുടേത് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ഭാഗമാക്കുവാൻ അവരിന്ന് തയ്യാറാവുകയാണ്. നമ്മളൊക്കെ ഒരു കുടുംബമാണ്, മറ്റുള്ള പിന്നാലെ എന്നുള്ള ബോധ്യത്തിൽ വളരുവാനും അനുഭവിക്കട്ടെ. ഇവരാരംഭിക്കുന്ന വിവാഹ ജീവിതം ഏറ്റവും സന്തോഷകരവും മംഗളമായ ചെയ്യുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം എന്നും ആശ്വാസത്തിന് സന്തോഷപ്രദമായി വഹിക്കട്ടെ എന്ന് ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹിക്കുന്നു.
ശരിക്കും സ്ട്രേറ്റ് ചെയ്ത്